പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനിയാണെങ്കിലും നയനയുടെ പിറകെ തന്നെ പോകുന്നുണ്ട്. എനിക്കാണെങ്കിലും നയന എന്തെങ്കിലും ചെയ്താന്നുള്ളൊരു സംശയമുണ്ട്. എന്തായാലും ജലജ അതിൽ സ്പ്രേ അടിക്കുന്നത് അനി കണ്ടുകൊണ്ട് തന്നെ അതിൽ നല്ല സംശയം ഉണ്ടായിരുന്നു. നയനയാണെങ്കിൽ ഇനിയിപ്പോൾ അത് മാറ്റി വെച്ചെന്നുള്ളൊരു സംശയത്തിൽ നയനയോട് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഏട്ടത്തി എന്താ ഇത്ര തറപ്പിച്ച് പറഞ്ഞത് ആ നെല്ല് മുളയ്ക്കുന്നുള്ളത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ദൈവങ്ങളോട് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് പറഞ്ഞതെന്ന് പറയും കേട്ടോ. അല്ലെങ്കിൽ അല്ലാതെ ഏട്ടത്തി മറ്റെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നയന ഇല്ല എന്നൊക്കെ തന്നെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അനിയുടെ മുഖത്ത് എന്താ ഒരു സന്തോഷം ഇല്ലാത്തത്. നെല്ല് മാറ്റുന്നതിനും ആ മൂടി മാറ്റുന്നതിന് മുന്നേ തന്നെ അനിയുടെ മുഖത്ത് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. അത് മൂടി മാറ്റിയപ്പോൾ ആ സന്തോഷം കണ്ടില്ല എന്ന് പറയുമ്പോൾ എനിക്ക് അതിന് മുന്നേ ഇപ്പോഴും ഒരു സന്തോഷം ഇല്ല എന്ന് പറയുകയാണ്. ഈ കല്യാണം പെട്ടെന്ന് നടക്കരുത്, കുറച്ച് ദിവസം നീട്ടി വെക്കണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നീട് നയന പറയും, എനിക്ക് ഈ കല്യാണത്തിനോട് വലിയ താല്പര്യമില്ല എന്ന് എനിക്ക് ആദ്യം തന്നെ അറിയാം, എനിക്കും ചിലതൊക്കെ മനസ്സിലാവുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് നയന ഇങ്ങനെ പിന്നീട് അതിന് മുന്നേ നടന്നിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം നയനയാണ് ആ നെല്ല് മാറ്റിയിട്ടുണ്ടായിരുന്നത്. നയന അങ്ങനെ നെല്ല് അതിൻ്റെ മൂടി മാറ്റി നോക്കുന്ന ദിവസത്തിന് മുന്നേ തന്നെ അതിങ്ങനെ പൊക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇങ്ങനെ ചെറുതായിട്ടെങ്കിലും ഒന്ന് മുള വന്നിട്ടുണ്ടോ എന്ന് നോക്കാമെന്ന് വിചാരിച്ച് നോക്കിയതാണ് കേട്ടോ. നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് കേട്ടോ മൂടി തുറക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് അറിയാം, പക്ഷെ നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ചെറിയൊരു കള്ളം ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് നയന നന്നായിട്ട് പ്രാർത്ഥിച്ച് അതിൻ്റെ മൂടി പൊക്കി നോക്കുന്നത്. പക്ഷേ അതിന് ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല, നെല്ലൊന്നും ഇങ്ങനെ മുളച്ച് വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നാളെ ഈ വീട്ടിലുള്ളവരെല്ലാവരും സങ്കടപ്പെടും. അപ്പോൾ അവരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ ഓർത്തിട്ട് നയന അത് എടുത്തുകൊണ്ട് പുറത്തേക്ക് അങ്ങ് പോവുകയാണ്. പുറത്ത് പോയിട്ട് അതിലുണ്ടായിരുന്ന നെല്ലെല്ലാം അവിടെ കൊട്ടി കളഞ്ഞിട്ട് പിന്നീട് അവിടുന്ന് ഇങ്ങനെ മുളച്ച് വരുന്ന ഓരോ സംഭവങ്ങൾ അതിലേക്ക് എടുത്ത് വെച്ച് അകത്തേക്ക് കൊണ്ടുവയ്ക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെയാണ് അത് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും പിന്നീട് അത് കൊണ്ടുവച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അനിയും അനാമികയും തമ്മിലുള്ള വിവാഹം നടക്കണം എന്നുള്ള രീതിയിൽ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് അത് അങ്ങ് മൂടി വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഞാനിങ്ങനെ അതിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഏട്ടത്തി എന്താ ഇപ്പോൾ ആലോചിച്ചത്, എന്തോ നടന്ന സംഭവം ആലോചിച്ചല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ആ നെല്ല് മുളയ്ക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയണം. അപ്പോൾ എനിക്ക് വീണ്ടും സംശയമാണ് കേട്ടോ. അപ്പോൾ വീണ്ടും ഇങ്ങനെ അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നയന തിരിച്ച് ഇങ്ങനെ സംശയം പറയുന്നുണ്ട്. എനിക്ക് ഈ കല്യാണം നടക്കരുതെന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അപ്പോൾ അതിലെന്തെങ്കിലും ചെയ്തോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സത്യമായിട്ട് ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ദൈവത്തിനെ പിടിച്ചൊക്കെ സത്യമായിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിനെ തൊട്ട് ഇങ്ങനെ കള്ളസത്യം ഇടില്ല എന്നാണ് എൻ്റെ വിശ്വാസം എന്നൊക്കെ പറയണം. അപ്പോൾ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അപ്പച്ചി എന്തെങ്കിലും ചെയ്തോ എന്നൊരു സംശയം ഉണ്ടെന്ന് പറയുന്ന സമയത്ത് ഇനിയിപ്പോൾ ആരെയും സംശയിക്കുകയൊന്നും വേണ്ട, എന്തായാലും ഇപ്പോൾ നെല്ലൊക്കെ ഇങ്ങനെ മുളച്ച് വന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നയന അവിടെ നിന്ന് പോകുന്ന സമയത്തും അനി ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അനീൻ്റെ അടുത്ത് വന്നിട്ട് വീണ്ടും ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, എനിക്ക് നല്ല സങ്കടം ഉണ്ടല്ലേ, അപ്പോൾ എന്തായാലും ഒരു പെൺകുട്ടീനെ ഇങ്ങനെ വിഷമിപ്പിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് മോഹം കൊടുത്ത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അനിയുടെയും അനാമികയുടെയും വിവാഹം നടക്കണം എന്നുള്ള രീതിയിൽ തന്നെ അങ്ങ് സംസാരിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ നയന. അപ്പോൾ എനിക്കാണെങ്കിലും ആകെ സങ്കടമാണ്. പിന്നീട് അഭിയാണെങ്കിലും ജലജേനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, മകനെ ഇങ്ങനെ എപ്പോഴും കുറ്റപ്പെടുത്തുമല്ലോ, അമ്മ മണ്ടനാണെന്നൊക്കെ പറഞ്ഞു, ഇപ്പം എൻ്റെ ബുദ്ധിമതിയായ അമ്മയ്ക്ക് ഇത് എന്താ പറ്റിയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ജലജ പറയുന്നുണ്ടായിരുന്നു, ഞാനതിൽ സ്പ്രേ അടിച്ചതാണ്, ആ സ്പ്രേ അടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഇങ്ങനെ ഒരു പുല്ല് പോലും ഇങ്ങനെ മുളയ്ക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. പിന്നെ എന്നിട്ട് ഇപ്പോൾ അതിൽ മുളച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് മുളച്ച സമയത്ത് ഒരു 4-5 ദിവസത്തെ വളർച്ച ഉണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ അഭിയും പറയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല എന്ന് ജലജ പറയുന്നുണ്ടായിരുന്നു. ഈ കല്യാണം നടക്കണമെന്ന് ഇങ്ങനെ അനിയുടെ അമ്മയ്ക്ക് നല്ല ആഗ്രഹമുണ്ട്, അതുകൊണ്ട് അവൾ നേരത്തെ തന്നെ ചിലപ്പോൾ മൂടി പൊക്കി നോക്കിയിട്ടുണ്ടാവും, അവളായിരിക്കും അതെടുത്ത് മാറ്റിയത് എന്നൊക്കെ പറയാനുണ്ടോ. എന്തായാലും ഇനിയിപ്പോൾ കല്യാണത്തിന് ഒരു തടസ്സമില്ലാന്ന് എൻ്റെ മുത്തശ്ശിനും മുത്തശ്ശിക്കൊക്കെ മനസ്സിലായല്ലോ എന്ന് അഭിയും പറയുകയാണ്. എന്തായാലും ഇപ്പോൾ ആ കല്യാണം നടക്കുന്നുള്ളതിൽ പറയണം, അപ്പോൾ എല്ലാം നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്, ഒന്നും നടക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയാണ് കേട്ടോ. എന്തൊരു ജാതകമാണ് നിൻ്റേത് എന്നൊക്കെ പറഞ്ഞിട്ട് ജാതകത്തിനെ പഴിക്കുന്നുണ്ട് കുറേ. അപ്പോൾ ആ സമയത്ത് അഭി പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ എപ്പോഴും എന്തിനാ അമ്മ ഇങ്ങനെ എൻ്റെ ജാതകത്തിന് പഴിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള മക്കളുണ്ടായാലും അമ്മമാർക്ക് ഒരിക്കലും വിജയിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കുറ്റപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവളാണെങ്കിൽ ഇങ്ങനെ കോടികൾ സ്വത്തുള്ള വീട്ടിലൊരു കുട്ടിയാണ്. അപ്പോൾ അവൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആദർശിൻ്റെയും നിൻ്റെയും ഭാര്യമാരെ പോലെയൊന്നും ആയിരിക്കില്ല, അവൾ ഈ വീട് അടക്കി ഭരിക്കും എന്നൊക്കെ പറയാനുണ്ട്. അപ്പോൾ അതില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഓരോന്ന് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവളെ എല്ലാവരും കൈവെള്ളയിൽ കൊണ്ടുവച്ച് നടക്കുമായിരിക്കും എന്നൊക്കെ പറയാണ്. അപ്പോൾ ഒന്നും നടക്കുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അഭി പറയുന്നുണ്ടായിരുന്നു, നമുക്ക് എന്തായാലും ഒരു വിജയം ഉണ്ടാവും എന്ന് പറയണം. ഒരിക്കലും ഉണ്ടാവില്ലേടാ എന്നൊക്കെ പറഞ്ഞ് അഭിനെ കുറേ കുറ്റപ്പെടുത്തി അവിടെ നിന്ന് പോകും കേട്ടോ. പിന്നീട് നന്ദു ആണെങ്കിൽ ആകെ വിഷമത്തിലിരിക്കുകയാണ്. അപ്പോൾ നയനേനെ വിളിക്കുന്നുണ്ട് കേട്ടോ നെല്ല് മുളച്ചോ എന്ന് അറിയാനായിട്ട്. അപ്പോൾ പൂജയ്ക്ക് കഴിഞ്ഞോ എന്നൊക്കെ ചോദിക്കുകയാണ് വിളിച്ചിട്ട് പെട്ടെന്ന് തന്നെ. അപ്പോൾ പൂജയ്ക്ക് കഴിഞ്ഞു, അതൊക്കെ ഭംഗിയായിട്ട് നടന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നെല്ല് മുളച്ചോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ നെല്ല് മുളയ്ക്കാതെ നെല്ലൊക്കെ നന്നായിട്ട് മുളച്ചിട്ടുണ്ടെന്ന് പറയാനുണ്ട്. അപ്പോൾ നന്ദു പെട്ടെന്ന് തന്നെ ഇങ്ങനെ
വെക്കാനുള്ള ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ. ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ വാക്കുകളൊക്കെ ഇടറിയാണ് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ആഹാരമൊക്കെ കഴിച്ചോ, അച്ഛന് മരുന്നൊക്കെ കൃത്യമായിട്ട് കൊടുക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ എന്നോട് പറയേണ്ട ആവശ്യമില്ലല്ലോ, അതൊക്കെ ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്, എന്താ ഞാൻ വെക്കട്ടെ എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് വിളിച്ചിട്ട് നീ പെട്ടെന്ന് വെക്കുകയാണെന്നൊക്കെ ഞാൻ തിരിച്ചും ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊന്ന് പുറത്ത് പോകാനുണ്ട്, അതുകൊണ്ടാണെന്ന് പറയട്ടോ. എന്നിട്ട് കോള് കട്ട് ചെയ്യുന്നുണ്ട്. നന്ദു ആണെങ്കിലും അതിനുശേഷം ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് ദേവയാനി പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കനക അങ്ങനെ ചായയും കൊണ്ടുവരികയാണ് കേട്ടോ. ചായ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ഇതാ ചായ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ദേവയാനി ചായയൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം പറയും, നൈനമോള് അമ്പലത്തിലെ പൂജാരി പറഞ്ഞത് കേട്ടില്ലേ, നൈനമോള് ഈ വീടിൻ്റെ ഐശ്വര്യമാണെന്നാണ് പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ മോള് വന്നതിന് ശേഷം ഈ വീടിന് ഉയർച്ച മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നൊക്കെ പറയുന്ന സമയത്ത് ദേവയാനിക്ക് അത് ഇഷ്ടപ്പെടാതെ ദേവയാനി പറയുന്നുണ്ടായിരുന്നു, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം തന്നെ നോക്കുന്നത് ഇപ്പം നൈനമോളാണല്ലോ. ആദർശ് മോൻ്റെയും മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും എല്ലാ കാര്യങ്ങളും നോക്കുന്നത് നൈനമോൾ തന്നെയാണ്. ഈ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യുന്നത്, എല്ലാവരുടെ ആവശ്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്യുന്നത് നൈനമോളാണ്. എൻ്റെ നൈനമോൾ ഒരു ദിവസം ഈ വീട്ടിൽ പണി മുടക്കിയിട്ടുണ്ടെങ്കിൽ ഈ വീട് നിശ്ചലാവും എന്നൊക്കെ പറയുന്ന സമയത്ത് നീ അങ്ങനെയൊന്നും പറയണ്ട, അവൾ വരുന്നതിന് മുന്നേ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെയാണ് പോയിരുന്നത്. പക്ഷേ നിൻ്റെ 2 മക്കൾ വന്ന ശേഷം ഇവിടെയുള്ളവർക്ക് മനസ്സമാധാനം ഉണ്ടായിട്ടില്ല എന്ന് ഇങ്ങനെ പറഞ്ഞ് കളിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, എന്തായാലും അതൊക്കെ ശരി തന്നെയാണ്, എൻ്റെ മോള് ഒരു ദിവസം പണി മുടക്കി നോക്കട്ടെ, അപ്പം അറിയാമെന്ന് പറയാം കേട്ടോ. എന്തായാലും നീ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇന്ന് നൈന അടുക്കളയിലും കയറണ്ട, ഒരു ജോലി ചെയ്യേണ്ടെന്ന് ദേവയാനിയും പറയുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് നൈനയോട് ഫയലിങ് എടുത്തേന്ന് പറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേണ്ട, ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് ദേവയാനി ഫയൽ എടുക്കാനായിട്ട് റൂമിലേക്ക് പോവാണ്. ദേവയാനി ആണെങ്കിലും റൂമിൽ കയറി എല്ലായിടത്തും നോക്കുന്നുണ്ട്, പക്ഷേ ഫയൽ കിട്ടുന്നില്ല. അപ്പോഴേക്കും നൈന അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ നോക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ ദേവയാനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അതിപ്പോൾ ഞാൻ നിന്നോട് എന്തിനാ പറയുന്നതെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ ഫയലിങ്ങനെ ഇവനിവിടെ ഫയൽ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് ഇങ്ങനെ ഓരോന്നും എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നൈനയ്ക്ക് ആദർശിൻ്റെ ഫയലാണെന്ന് മനസ്സിലാവും. എന്നിട്ട് നൈന അതെടുത്തുകൊണ്ട് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. ആദർശേട്ടൻ്റെ ഫയലൊക്കെ ഞാനല്ലേ അടക്കി വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് അത് എന്നോട് പറഞ്ഞാൽ പോരെ എന്ന് പറഞ്ഞിട്ട് ആ ഫയൽ എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് ദേവയാനിക്ക് സങ്കടമാവുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇങ്ങനെ കനകയാണെങ്കിലും ഇങ്ങനെ ആദർശിനോട് പറയുന്നുണ്ടായിരുന്നു, ഫയൽ എടുക്കാൻ പോയ മോൻ്റെ അമ്മേനെ കാണുന്നില്ലല്ലോ എന്ന്. അപ്പോൾ നൈന വന്നിട്ട് അത് കൊണ്ടു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് സത്യം പറഞ്ഞാൽ ഈ ഫയൽ എവിടെ വെച്ചിരിക്കുന്നതെന്ന് അറിയില്ല, കുറച്ച് ആയിട്ട് നൈനയല്ലേ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതെന്ന് പറയണം. അപ്പോഴേക്കും ദേവയാനി അവിടേക്ക് വരുന്ന സമയത്ത് ആദർശ് ദേവയാനിയോട് ഇറങ്ങാന്നൊക്കെ പറഞ്ഞ് ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന ദേവയാനിയെ കണ്ടുകൊണ്ട് തന്നെ അമ്മയ്ക്ക് എന്തൊരു വിഷമം എന്ന് ചോദിക്കുമ്പോൾ, മോൻ്റെ അമ്മയ്ക്ക് എന്ത് വിഷമം, മോൻ്റെ അമ്മ എപ്പോഴും ഹാപ്പി അല്ലേ എന്ന് പറയാണ്. അപ്പോൾ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിലൊക്കെ പറയുമെന്ന് പറയും കേട്ടോ. അപ്പോൾ ഒന്നുമില്ലാന്ന് ദേവയാനി പറയും. പിന്നീട് ആദർശ് അങ്ങ് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം വീണ്ടും ഇങ്ങനെ ആദർശിൻ്റെ അച്ഛനാണെങ്കിൽ വന്നിട്ട് നൈനേനെ വിളിക്കുകയാണ് കേട്ടോ. മോളൊന്ന് വന്നേന്ന് പറയും. അപ്പോൾ എന്തിനാ എല്ലാവരും അവളെ തന്നെ വിളിക്കുന്നത്, ജയേട്ടന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാനത് ചെയ്തു തരാമെന്ന് പറയാൻ കേട്ടോ. ആ സമയത്ത് ദേവയാനിയോട് ജയൻ പറയുന്നുണ്ടായിരുന്നു, ഇത് നിനക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ മോളെ വിളിച്ചതെന്ന് പറയും. അപ്പോൾ ഇതൊക്കെ കണ്ട് ഇങ്ങനെ സന്തോഷിച്ച് നിൽക്കുകയാണ് കേട്ടോ കനകയാണെങ്കിലും. പിന്നീട് നൈനയോട് ചോദിക്കുന്നുണ്ടായിരുന്നു, മോളല്ലേ ഇത് ഡിസൈൻ ചെയ്തത്, അപ്പോൾ ഇതിലൊരു സൈൻ വേണമെന്ന് പറയാണ്. അപ്പോൾ നീയല്ലോ ദേവയാനി ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്, അത് മോളല്ലേ, അതുകൊണ്ടാണ് മോളെ വിളിച്ചത് പറയും. എന്നിട്ട് നൈനയോട് ഇതിൽ സൈൻ ചെയ്യാനായിട്ട് പറയുന്നുണ്ടായിരുന്നു ആ ഡിസൈനിൽ. ഇത് കമ്പനിക്ക് ഒരുപാട് ഇങ്ങനെ നേട്ടങ്ങൾ ഉണ്ടാക്കി തന്ന ഒരു ഡിസൈനാണിത് എന്നൊക്കെ പറയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ലാഭം മോൾക്കും കൂടെ കൊടുക്കേണ്ടതാണ്, മോളത് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ ജയൻ പറയുന്ന സമയത്ത് ദേവയാനിക്ക് ഇത് ഇഷ്ടാവുന്നില്ല. അപ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു, എന്തിനാ കൊടുക്കുന്നത്, അവൾക്ക് ഈ വീട്ടിലെ താമസം തന്നെ അവൾക്ക് കിട്ടിയിട്ടുള്ള ക്രെഡിറ്റ് അല്ലേ എന്ന് പറയുന്ന സമയത്ത് ജയൻ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറയണ്ട, മോളൊരു വാക്ക് പറഞ്ഞാൽ മതി, മോളായിരിക്കും പിന്നെ നമ്മുടെ ജ്വല്ലറിയിലെ മെയിൻ ഡിസൈനർ എന്നൊക്കെ പറയുന്ന സമയത്ത് കനയ്ക്കും ഞാനയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. പിന്നീട് ദേവയാനി ആണെങ്കിലും അങ്ങനെ ദേഷ്യപ്പെട്ട് അവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ. ജയൻ അത് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശി എവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, അനിയുടെ ജാതകം എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ദേവയാനിക്ക് അത് അറിയില്ല കേട്ടോ. അപ്പോൾ നൈന പറയുന്നുണ്ട്, എനിക്കറിയാം, ഞാനാണ് അത് എടുത്ത് വെച്ചതെന്ന് പറയുന്നുണ്ട്, എന്നാൽ അതൊന്നും എടുത്തുകൊണ്ട് വാന്ന് പറയുന്ന സമയത്ത് നൈന അത് എടുക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ കനക പറഞ്ഞതെല്ലാം സത്യമായല്ലോ, നൈനയാണ് ഇപ്പോൾ ആ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെന്നുള്ള ആ ചിരിയിൽ ഇങ്ങനെ കനകയാണെങ്കിലും അവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നൈനേനെയാണല്ലോ ഓരോ കാര്യത്തിന് വിളിക്കുന്നത്, നൈനയ്ക്കാണ് അവിടുത്തെ കൂടുതൽ കാര്യങ്ങളും അറിയുന്നതും. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടം ഇതൊക്കെ ദേവയാനിയുടെ മുഖത്തുണ്ട്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ ദേവയാനി നിൻ്റെ മുഖത്തൊരു സങ്കടം എന്ന്. ഒന്നുമില്ല എന്ന് അറിയട്ടെ ആ സമയത്ത് ദേവയാനി. കനകയാണെങ്കിലും ഒരു ആക്കിയ ചിരിയും ചിരിച്ചുകൊണ്ട് ദേവയാനിനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കനക പറഞ്ഞതെല്ലാം അങ്ങനെ ശരിയായല്ലോ, നൈനേനെയാണല്ലോ എല്ലാ കാര്യത്തിനും അവിടെ എല്ലാവരും വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യത്തിൽ ഇങ്ങനെ കനകേനെ നോക്കി നിൽക്കുന്ന ദേവയാനിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.